നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വിരൽ സ്പർശത്തിന് കൊതിച്ച് ഒന്ന് തൊടാൻ തീവ്രമായി മോഹിച്ച് നടന്ന നാളുകൾ ജീവിതത്തിലുണ്ടാകും. എന്നാൽ ആളിനെ കിടപ്പറയിൽ കിട്ടിയാൽ വിരലുകളുടെ കഴിവ് വിസ്മരിക്കുന്നവരാണ് പലരും. അറിയുക, കാമകലയിൽ മഹേന്ദ്രജാലങ്ങൾക്ക് കെൽപ്പുണ്ട് കൈവിരലുകൾക്ക്. അമ്പരപ്പിക്കുന്ന അഭ്യാസങ്ങൾക്ക് പ്രാപ്തമാണ് കൈവിരലുകൾ. യോനി കവാടത്തിലും പുറത്തും വികാരത്തിന്റെ മഴവില്ലുകൾ വിരിയിക്കും അവ. വിരലുകളുടെ ഏത് ഇന്ദ്രജാലമാണ് നിങ്ങളുടെ പ്രണയിനി കൊതിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ചുമതലയും നിങ്ങൾക്കാണ്. വേഗമോ, ചലനത്തിന്റെ ആവൃത്തിയോ, എണ്ണമോ, ഏതാണ് അവൾ കൊതിക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയുക. ആമുഖലീലകൾ കൊണ്ട് അവളെ ഉണർത്തിയെന്ന് ഉറപ്പിച്ചിട്ടു വേണം വിരലുകൾ വികാരസംഗീതം മീട്ടേണ്ടത്. അല്ലെങ്കിൽ അവൾക്ക് അത് വേദന നിറഞ്ഞ അനുഭവമാകും. കേട്ടൻ ഉയർന്ന് രംഗങ്ങൾ 1-2 കഴിഞ്ഞു വേണം വിരലുകൾ കളിയരങ്ങിലെത്തേണ്ടത്. മിക്ക സ്ത്രീകളുടെയും പ്രധാന വികാരകേന്ദ്രമാണ് ഭഗഷ്ണിക, ക്ലിറ്റോറിസ്. ഏതെങ്കിലും വാട്ടർ ബേസ് ലൂബ്രിക്കന്റ് പുരട്ടി ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് അവിടം വൃത്താകൃതിയിൽ മൃദുവായി ഉരസുക. പോളയടയുന്ന കണ്ണുകളും ഉയരുന്ന സീൽക്കാരവും വളയുന്ന ശരീരവും ഈ വിരലാട്ടം സൃഷ്ടിക്കുന്ന വികാരവേരിയേറ്റങ്ങൾ നിങ്ങൾക്ക് കാട്ടിപ്പരും. പതിയെ വേഗത ഒന്ന് കൂട്ടിനോക്കൂ. ശ്രദ്ധ പതറും മട്ടിൽ അതിവേഗത്തിലാകാതെ നോക്കുകയും വേണം. നിർത്തരുതേ എന്നവൾ കേഴുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അനുസരണയോടെ ചെയ്യുന്ന ജോലി തുടരൂ. ക്ലിറ്റോറിസിലെ ഉത്തേജനം യോനിക്കുള്ളിലേക്ക് കടത്താൻ നിർബന്ധിക്കും ചില സ്ത്രീകൾ. അങ്ങനെയൊരു സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെയും മടിച്ചു നിൽക്കരുത്. ഒരു പെൺമുയലിന്റെ ചടുലതയോടെയാണ് നിങ്ങളുടെ നല്ല പാതി ലൈംഗിക കേളിയാടുന്നതെങ്കിൽ നടുവിരലിന്റെ അതിവേഗ ചലനങ്ങളാണ് അവളെ രതിമൂർച്ചയിലെത്തിക്കുന്നത്. യോനിയിലേക്ക് നടുവിരൽ പ്രവേശിപ്പിച്ച് അതിവേഗത്തിൽ ചലിപ്പിക്കുകയാണ് വേണ്ടത്. അവളുടെ വിടർന്ന കാലുകൾക്കിടയിൽ മുട്ടുകുത്തി യോനിക്കഭിമുഖമായി നിന്നുവേണം വിരലുകൾ കടത്താൻ. ഈ പൊസിഷനിലാകുമ്പോൾ കൈകൾ നിവർന്നിരിക്കുന്നു. അതിനാൽ വിരലുകൾ പൂർണ്ണ ശക്തിയോടെ ചടുലമായി ചലിപ്പിക്കാൻ കഴിയും. ഈ 2 പ്രവൃത്തിയും ഇരുകരങ്ങളും ഉപയോഗിച്ച് ചെയ്യാൻ വിരുതുണ്ടെങ്കിൽ നന്ന്. വികാരത്തിന്റെ വൈദ്യുതാഘാതമേറ്റ് അവൾ തുള്ളി ഉറയുന്നത് നിങ്ങൾക്ക് കാണാം. ചൂണ്ടുവിരലിന്റെയും നടുവിരലിന്റെയും അഗ്രം ഉപയോഗിച്ച് ക്ലിറ്റോറിസിൽ മൃദുവായി ഒഴിയുമ്പോൾ തന്നെ മറുകൈവിരലുകൾ സാവധാനത്തിൽ യോനിനാളത്തിൽ കയറിയിറങ്ങണം. 2 വികാര കേന്ദ്രങ്ങളിലായി ഉണ്ടാകുന്ന ഉത്തേജനം അവളെ രതിമൂർച്ചയുടെ പാരമ്യത്തിൽ എത്തിക്കും. മനുഷ്യസാധ്യമായ പരമാവധി വേഗമൊന്നും വിരലിന്റെ ചലനങ്ങൾക്ക് വേണ്ടേ വേണ്ട. കൃത്യമായ ഒരു താളം നിലനിർത്തുക. അവളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം അല്പം വേഗത കൂട്ടുക. വിരലുപയോഗിച്ച് ചെയ്യേണ്ട മറ്റൊരു വിധി ഇതാണ്. അവളുടെ കാലുകൾക്കിടയിൽ ഇരുന്ന ശേഷം കൈപ്പത്തി തല കീഴായി പിടിക്കുക. 1-2 വിരലുകൾ യോനിയിൽ കടത്തിയ ശേഷം ഒരു സ്ക്രൂ തിരിക്കുന്നത് പോലെ കൈപ്പത്തി തിരിക്കുക. അവൾ രതിമൂർച്ചയിലെത്തുന്നതുവരെ ഇത് തുടരാവുന്നതാണ്. ഓരോ തവണയും കൈപ്പത്തി കറക്കുമ്പോൾ തള്ളവിരൽ കൊണ്ട് ക്രിസരിയിൽ അമർത്തുന്നതും രതിമൂർച്ചയിലേക്കുള്ള വഴി എളുപ്പമാക്കും. വിരൽ കൊണ്ട് ജി സ്പോട്ടിൽ സമ്മർദ്ദമേൽപ്പിച്ച് രതിമൂർച്ചയിലെത്തിക്കുക എന്നതും പ്രചാരത്തിലുള്ള വഴിയാണ്. യോനിയിൽ വിരൽ കടത്തി ജി സ്പോട്ട് കണ്ടെത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. മലർന്നു കിടക്കുന്ന ഒരു സ്ത്രീയുടെ യോനി കവാടത്തെ ഒരു ക്ലോക്കിനോട് ഉപമിക്കുക. ക്ലോക്കിൽ 11:05 എന്ന സമയവും സങ്കൽപ്പിക്കുക. മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള സ്ഥലത്ത് യോനി കവാടത്തിൽ നിന്നും ഏതാനും ഇഞ്ചുള്ളിലായി സ്ഥിതി ചെയ്യുന്ന തീവ്ര സംവേദനക്ഷമതയുള്ള കൂട്ടം കോശങ്ങളുടെ മേഖലയാണ് ജി സ്പോട്ട്. പലരിലും ഇത് പല സ്ഥലത്തായിരിക്കും. ഒരു ഗ്രന്ഥിയുടെ സ്ഥാനം കൃത്യമായി പറയുന്നത് പോലെ ജി സ്പോട്ടിന്റെ സ്ഥാനം പറയാനാവില്ല. വിരൽ കൊണ്ടൊട്ടറിയുന്നത് അവളുടെ പ്രതികരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വിരലുകൾ ആദ്യം പതിയെ ചലിപ്പിച്ച് ഈ ഭാഗം ഉത്തേജിപ്പിക്കണം. പിന്നെ ആവശ്യാനുസരണം വേഗത വർദ്ധിപ്പിക്കാം. ഇത്രയും അറിഞ്ഞ് വിരല് പ്രയോഗിക്കാൻ വരട്ടെ. ആദ്യം നഖം വെട്ടണം. അഴുക്കും ചെളിയും കഴുകിക്കളയണം. വൃത്തിയായ വിരലുകളോടെ വേണം അവളിലേക്ക് ഇറങ്ങാൻ. ശരി, ഇനി വികാരസാഗരത്തിലൂടെ വിരല് തുഴഞ്ഞു പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി.